മാരുതി സുസുക്കി നമ്മുടെ ഇന്ത്യൻ വാഹന വിപണിയിൽ ഏറ്റവും കൂടുതൽ നീണ്ട കാലയളവിൽ വിറ്റഴിക്കപ്പെട്ട വാഹനങ്ങൾ എന്നതിൻ്റെ പാർട്ട് 2 സീരീസ് ആണ്. ഇതിൻ്റെ മുന്നത്തെ പാർട്ട് കാണാത്തതാണെങ്കിൽ അത് പോയി കണ്ടിട്ട് ഓടിവാ. അപ്പോൾ ഈ ലിസ്റ്റിൽ ആദ്യമായി നമ്മൾ പറയുകയാണ് മാരുതി സുസുക്കി സ്വിഫ്റ്റ്. 1984 സ്വിഫ്റ്റ് എന്നുള്ള നാമം വന്നിരുന്നത്. പക്ഷേങ്കിൽ 2004 ആഗോളതലത്തിൽ ഈ ഒരു വാഹനം വിറ്റഴിക്കപ്പെട്ടിരുന്നത്. തുടർന്ന് 2005 നമ്മുടെ ഇന്ത്യൻ വാഹന വിപണിയിലേക്ക് പ്രവേശിച്ചിരുന്നത്. തുടർന്ന് 2011 സെക്കൻഡ് ഹാൻഡ് സ്വിഫ്റ്റ് കൊണ്ടുവന്നിരുന്നത്. മറ്റു പല വിപണിയിലും RS സ്പോട്ടൊക്കെ നൽകിയിരുന്നുവെങ്കിലും ഇന്ത്യയിൽ മാത്രം സ്റ്റിക്കർ മാത്രം നൽകിയിരുന്നുള്ളൂ. സ്റ്റിക്കറെങ്കിലും ഇന്ത്യക്കാർക്ക് വേണ്ടി നൽകിയല്ല, അതുകൊണ്ട് തൃപ്തിപ്പെട്ടു. അങ്ങനെ 2017 തേർഡ് ജെൻ സ്വിഫ്റ്റ് കൊണ്ടുവന്നിരുന്നത്. തുടർന്ന് 2024 ഫോർത്ത് ജെൻ സ്വിഫ്റ്റ് കൊണ്ടുവന്നിരുന്നത്. പക്ഷേങ്കിൽ നമ്മുടെ ഇന്ത്യൻ വാഹന വിപണിക്ക് വേണ്ടി 2008 സ്വിഫ്റ്റിന്റെ നോച്ച് ബാക്ക് പതിപ്പായ ഡിസൈറും പുറത്തിറക്കിയിരുന്നു. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് മാരുതിയുടെ ടോൾ ബോയ ജി വാഗണാർ. 1999 ഫസ്റ്റ് ജെൻ വാഗണാർ കൊണ്ടുവന്നിരുന്നത്. തുടർന്ന് 2010 സെക്കൻഡ് ജെൻ കൊണ്ടുവന്നിരുന്നത്. അതിന് പുറമെ തന്നെ 2019 തേർഡ് ജെനും വന്നിരുന്നു. വാഗണാർ നമ്മുടെ ഇന്ത്യയിൽ നിർമ്മിച്ച് മൂട്ടാൻ